Ladies and gentlemen, this is Adesh and welcome to my comedy. പൂക്കി CM ഇപ്പൊ എവിടെ നോക്കിയാലും ചർച്ചാ വിഷയം അല്ലെങ്കിൽ ട്രെൻഡിങ് ടോപ്പിക് കേരളം, പെരുമഴ, കൊടുമഴ, ദുരിതം, വെള്ളപ്പൊക്കം ഇതൊന്നും അല്ല. പൂക്കി CM ആൻഡ് പൂക്കി CM മാസ് തന്നെ. എത്ര കോൺട്രവേഴ്സിയാണ്. ഒരു ദുരിതം നടക്കുന്ന സമയത്ത് നമ്മൾ രാഷ്ട്രീയം പറയാൻ പാടില്ല, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, അതൊക്കെ ശരിയാണ്. ഇത് പൊളിറ്റിക്സ് അല്ല. എനിക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് ഒരു ചായ്വുമില്ല. എനിക്ക് പൊളിറ്റിക്സ് പറഞ്ഞ സാധനത്തിനോട് തന്നെ വെറുപ്പാണ്. എന്റെ വീട്ടിൽ ഈ പൊളിറ്റിക്സ് ചർച്ച വരുമ്പോൾ ഞാൻ അവിടെ എണീറ്റ് പോവുക ചെയ്യാം. കാരണം ഈ പൊളിറ്റിക്സ് പറയുന്ന സാധനം ഈ ബ്ലൈൻഡ് പൊളിറ്റീഷ്യൻസിന്റെ കുറെ കോപ്രായത്തരായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. സ്വന്തം പാർട്ടിക്കാർ എന്ത് തെറ്റ് ചെയ്താലും എന്ത് വൃത്തികേട് ചെയ്താലും അതിനെ എങ്ങനെ കവർ ചെയ്യുക, അതിനെങ്ങനെ സപ്പോർട്ട് ചെയ്യാന്ന് മാത്രമേ പലരും നോക്കാറുള്ളൂ. എന്ന് ആ വൃത്തികേടിനെതിരെയൊക്കെ സ്വന്തം പാർട്ടിക്കാർ തന്നെ പ്രതികരിക്കാൻ തുടങ്ങണം, അന്ന് ഞാൻ ആ പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യും. അത് ഞാൻ എവിടെ ഇന്നേ വരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പൊളിറ്റിക്സ് ഇല്ല. ആദ്യത്തെ കോൺട്രവേഴ്സി, CM VD സതീശൻ പേഴ്സണൽ ആവശ്യത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചു, ഗവൺമെന്റിന്റെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു. നമ്മൾ റെസ്പെക്ട് ചെയ്തിട്ടേ സംസാരിക്കുള്ളൂ. അല്ലാതെ ചില പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ചിലവരെ പോലെ ഈ പേര് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മാസാണ് എന്നുള്ള വിചാരമൊക്കെ ഉണ്ട്. ഒരു വട്ടം അത് ശരിയാണ്, 2 വട്ടം അത് ശരിയാണ്. പക്ഷെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോൾ അത് വെറുപ്പിക്കലായിട്ടാണ് തോന്നുന്നത്. ഞാൻ പറയുന്നത് ആരെ കുറിച്ചാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായെങ്കിൽ ഇല്ലെങ്കിൽ ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ അത് മനസ്സിലായിക്കോളും. ഹെലികോപ്റ്റർ ഇഷ്യൂ. VD സതീശൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനെ പറ്റിയിട്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അണ്ണന്റെ ഒരു വൈറ്റ് വാഷ് അടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അത് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഹെലികോപ്റ്റർ വാങ്ങിയത് പിണറായി വിജയൻ. ആൻഡ് അക്കോർഡിംഗ് ടു രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയൻ എന്നുള്ള ഫുൾ നെയിം വിളിക്കുന്ന വരെ വിജയൻ ഒരു 10 തവണ വിളിച്ചു കഴിഞ്ഞാൽ അതെന്തോ മാസാണ്. അങ്ങേർക്ക് നമുക്കത് തോന്നുന്നില്ല. ആൻഡ് അയ്യോ, ഞാൻ പിണറായി വിജയന്റെ സപ്പോർട്ടർ ഒന്നും അല്ല കേട്ടോ, അങ്ങേര് ജയിക്കരുത് എന്നായിരുന്നു എനിക്ക് ഈ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ. അങ്ങേരെ പാർട്ടി ഒരിക്കലും ജയിക്കരുത്, എങ്ങനെയെങ്കിലും ഈ UDF സർക്കാർ വന്നാൽ മതി എന്ന് അത്ര ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങേരെ സപ്പോർട്ടർ ഒന്നും അല്ല. പിണറായി വിജയനാണ് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത്. ആ 10-50 കോടിക്ക് പുതിയ ഹെലികോപ്റ്റർ കിട്ടുന്ന സമയത്ത് പോലും ഒരു പഴയ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ട് എത്ര 40-50 കോടി എന്തോ വാടക കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങേര് പറയണ്ടായിരുന്നു. സത്യമായിരിക്കും, ഫാക്ട്സ് ആയിരിക്കും. ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും പൈസ കൊടുക്കണം അത്ര. അപ്പൊ പിന്നെ VD സതീശൻ നമ്മുടെ ചീഫ് മിനിസ്റ്റർ അങ്ങേര് ഒരു പേഴ്സണൽ എമർജൻസിക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചതിൽ എന്താ തെറ്റ്? വല്ലാത്തൊരു ന്യായീകരണമായി. എന്തായാലും ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും കാശ് കൊടുക്കണം. നാളെ ഞാൻ വന്നിട്ട് പറയാണ് എനിക്ക് കേരളം മൊത്തം ഹെലികോപ്റ്ററിൽ ചുറ്റി കാണണം, നിങ്ങൾ എന്തായാലും ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും കാശ് കൊടുക്കണമല്ലോ, എന്നെ ഒന്ന് ചുറ്റി കാണിക്കുക പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? അത്ര ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിങ് സ്റ്റേറ്റ്മെന്റ് ആണിത്. VD സതീശൻ ആ എയർ ആംബുലൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന എമർജൻസി ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് ഈ ദുരിതത്തില് എന്തെങ്കിലും പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാരെ കാണാനല്ല. അവിടെ ചെയ്തത് CM VD സതീശനല്ല, വെറും VD സതീശൻ അങ്ങേരുടെ പേഴ്സണൽ നീഡ്സിന് അങ്ങേരുടെ ഫാദർ ഇൻ ലോനെ കാണാനാണ് പോയത്. അല്ലാതെ ഈ വെള്ളപ്പൊക്കത്തിലോ പേമാരിയിലോ വല്ല അസുഖം പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാരെ അല്ല കാണാൻ പോയത്. ഇതൊക്കെ ഒരു സപ്പോർട്ടിങ് സ്റ്റേറ്റ്മെന്റ് ആണടേ. ആണാ നിങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതല്ലേ? പിന്നെന്തോന്ന് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിന് ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗട്ട്സ് അല്ലെങ്കിൽ ബാക്ക് ബോൺ ഇല്ലാത്തവര് പൊളിറ്റിക്സ് മാറി നിൽക്കുന്നതാണ് നല്ലത്. എത്ര കാലം ഈ സിനിമാ നടന്മാരുടെ പിന്നാലെ മൂട് താങ്ങിയിട്ട് ബ്ലൈൻഡ് ഫാൻസിനെ പോലെ നടക്കുന്നവരെ പോലെ ബ്ലൈൻഡ് പൊളിറ്റീഷ്യൻ ആയിട്ട് നടക്കും? അതേപോലെ ഓപ്പോസിറ്റ് പാർട്ടി എന്തെങ്കിലും ഒരു നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പോലും ഇവർക്ക് പറ്റില്ല. എന്ന് ആ ഡേർട്ടി പൊളിറ്റിക്സ് ഇവിടുന്ന് മാറണോ അന്നേ കേരളം നന്നാവുള്ളൂ. ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും നമ്മൾ കാശ് കൊടുക്കണം, അതുകൊണ്ട് കയറി യാത്ര ചെയ്തു എന്നൊക്കെ പറയുന്നത് ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈവൻ LKG പിള്ളേർ ഇതിലും നല്ല എക്സ്ക്യൂസ് പറയും ലീവ് എടുത്തതിന്. ഇതിനെ പറ്റിയിട്ട് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ മുരളീധരൻ പറഞ്ഞത് അതിലേറെ ചൈൽഡിഷ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പണ്ടൊക്കെ കാറായിരുന്നു, കാലം മാറുമ്പോൾ ഹെലികോപ്റ്റർ ഉപയോഗിച്ചെന്ന്. വാവ് നമ്മൾ കണ്ണടച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മൊത്തം ഇരുട്ടാവുന്നുള്ളത് ഇപ്പോഴും വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അവരെ നമുക്ക് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരാളാണ് മൂപ്പര്. മൂപ്പരെ പറ്റിയിട്ട് കൂടുതൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, വെറുതെ സമയം കളയാനേ ഉള്ളൂ. രണ്ടാമത്തെ കോൺട്രവേഴ്സി, ബിരിയാണി കഴിക്കൽ. VD സതീശൻ ചീഫ് മിനിസ്റ്ററിന് ബിരിയാണി കഴിച്ചൂടെ, നെയ്ച്ചോറ് കഴിച്ചൂടെ, അങ്ങേർക്ക് ഭക്ഷണം കഴിച്ചൂടെ? അഫ്കോഴ്സ് കഴിക്കുക. ആര് പറഞ്ഞു കഴിക്കരുത്?
അക്കോർഡിംഗ് ടു മാങ്കൂട്ടത്തിൽ തിയറി ഓഫ് പൊളിറ്റിക്സ് ആൻഡ് സപ്പോർട്ടിംഗ് ദ പാർട്ടി, വി ഡി സതീശന് അന്ന് പരിപാടി ഉണ്ടായിരുന്നു, മലപ്പുറത്തായിരുന്നു. മലപ്പുറത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ ഒരു പ്രവർത്തകൻ എന്റെ വീട്ടിലോട്ട് ഒന്ന് വരുമോ, ഭക്ഷണം കഴിക്കുകയോ ചോദിച്ചു. വി ഡി സതീശൻ പോയി കഴിച്ചു. ഇതിൽ എന്ത് തെറ്റ്? അങ്ങേര് ബിരിയാണി കഴിച്ചോ, നെയ്ച്ചോറ് കഴിച്ചോ, ഫ്രൈഡ് റൈസ് ആണോ കഴിച്ചത്? നോ ബഡി കെയർസ്. ഇത്രയും ഒരു ദുരിതം നടക്കുന്ന ഒരു സമയത്ത് അങ്ങേര് ഇങ്ങനത്തെ ഒരു സ്വകാര്യ വിരുന്നിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ അതൊരു ന്യൂസ് ആവും, പബ്ലിക്കിന്റെ ഇടയിൽ സ്പ്രെഡ് ആവും. വെറുതെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് എന്ന് ആൾക്കാർ ചോദിക്കുന്നുള്ളത്? ഏത് കോമൺ സെൻസ് ഉള്ള കോമൺ മാനിന് ആലോചിക്കാവുന്ന കാര്യമേ ഉള്ളൂ. വേറെ ആരാണെങ്കിലും അവർ പറയുന്നത് പിന്നെ ഒരു ദിവസം ആവാം. വെറുതെ എന്തിനാണ് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി പബ്ലിസിറ്റി സ്റ്റണ്ട് ആയിട്ട് അത് മാറ്റുന്നത്? അങ്ങനെ പറയൂ. അല്ലാതെ വി ഡി സതീശൻ ബിരിയാണി കഴിച്ചോ, ബിരിയാണിയിൽ ഉപ്പുണ്ടോ നോക്കി, അതൊന്നും അല്ല ഇവിടുത്തെ നാട്ടുകാരെ പ്രശ്നം. ഈ ഒരു പ്രശ്നം നടക്കുമ്പോ എന്തിന് ഇങ്ങനെ ഒരു സ്വകാര്യ വിരുന്ന്? അതാണ് ക്വസ്റ്റ്യൻ. എന്നിട്ട് ഇന്ന് രാവിലെ എന്തോ പറയുന്നത് കേട്ടു, എല്ലാ സംഘടനകളും ക്ലീൻ ചെയ്യാൻ സഹായിക്കണം. ഞാൻ പോയിട്ട് ബിരിയാണി പാത്രം ക്ലീൻ ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെയാണ് ട്രോൾസ് കാണുന്നത്. അതിനുള്ള വടി വെട്ടിക്കൊടുത്തത് വി ഡി സതീശൻ മാത്രമാണ്. ആൻഡ് യു കാൻ ബ്ലെയിം പീപ്പിൾ ഓർ എനിബഡി എൽസ്. കാരണം വടി അവനവൻ വെട്ടിക്കൊടുത്തിട്ട് പറയണ ഞങ്ങളെ തല്ലരുത്. പറ്റില്ല സാറേ, വടി വെട്ടി തന്നാൽ തല്ല് തന്നെ ചെയ്യും. ശരി, ഇതിനൊക്കെ ബ്ലൈൻഡ് ആയിട്ട് ന്യായീകരിക്കാം, നമുക്ക് മൂഡ് താങ്ങി പോവാം. തേർഡ് കോൺട്രവേഴ്സി ഇന്ന് നടന്നത്, ഈ വി ഡി സതീശൻ ബിരിയാണി കഴിക്കാൻ പോയി എന്നുള്ളതൊക്കെ വീഡിയോ ആയിട്ട് കണ്ടപ്പോ ഇനീഷ്യലി ഞാൻ വിചാരിച്ചത് ഒരു AI ജനറേറ്റഡ് ആണ് എന്നുള്ളതാണ്. അല്ലാതെ കോമൺ സെൻസിൽ ഒരാളും ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഒരു സ്വകാര്യ വിരുന്നിൽ പങ്കെടുക്കാൻ ആരൊക്കെ നിർബന്ധിച്ചാലും കോമൺ സെൻസിലുള്ള ഒരാൾ, ഐ റിപ്പീറ്റ്. പിന്നീട് ഇത് പറഞ്ഞപ്പോ എനിക്ക് കണ്ടപ്പോ ഐ ഫൈൻഡ് ഇറ്റ് വെരി പെത്തറ്റിക്, അത്ര എനിക്ക് തോന്നുന്നു. മൂന്നാമത്തെ കോൺട്രവേഴ്സി, ഇത്രയും കാര്യങ്ങൾ നടന്നു തോന്നു പോരാ, അണ്ണൻ ഇന്ന് പോയിട്ട് ഒരു ജ്വല്ലറി ഇനോഗ്രേഷന് പോയിരിക്കും. ഇത്രയും പ്രശ്നങ്ങള് ചുറ്റും നടക്കുന്ന സമയത്ത് ഒരു പഞ്ചായത്തിൽ നടക്കുന്ന പ്രശ്നമല്ല, ഒരു വില്ലേജിൽ നടക്കുന്ന പ്രശ്നമല്ല, ഒരു സ്റ്റേറ്റിൽ നടക്കുന്ന പ്രശ്നമാണ്. എത്രയോ പേര് മരിച്ച പ്രശ്നമാണ്, എത്രയോ പേര് ദുരിതബാധിതരായിട്ടുണ്ട്, എത്രയോ പേർക്ക് അവനവന്റെ വീട് വിട്ട് മാറിപ്പോയി താമസിക്കേണ്ടി വന്നിട്ടുണ്ട്, എത്രയോ പേർക്ക് അവനവന്റെ കംപ്ലീറ്റ് ലൈഫിലെ സമ്പാദ്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോയിട്ട് അവിടെ വന്നിരിക്കുന്ന എല്ലാവരൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി സമയം ചെലവഴിക്കും. ഇതിനാണോ ഒരു CM? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഇവിടെ ഓരോരുത്തരും ഈ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോഴും സർക്കാർ ഉണ്ട് പിടിച്ചെണീപ്പിക്കാൻ, ഞങ്ങൾ വോട്ട് ചെയ്ത സർക്കാർ ഉണ്ട് പിടിച്ചെണീപ്പിക്കാൻ എന്നുള്ള ഒരു നമ്പിക്ക, ഒരു വിശ്വാസത്തിലാണ് അവർ വേറെ സ്ഥലത്ത് പോയി നിൽക്കുന്നത്. ആ സമയത്ത് ആരുടെയൊക്കെ ജ്വല്ലറി പോയിട്ട് ഇനോഗ്രേറ്റ് ചെയ്യുന്നു നമ്മുടെ അണ്ണൻ. മേ ബി അതിനും ഇവർക്ക് എക്സ്ക്യൂസ് ഉണ്ടാവും, ഇത് എന്നോ പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ്, ഇത് ഞങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. മാറ്റി വെച്ചാൽ തലയൊന്നും പൂവില്ല സാറേ. പൂവോ? അങ്ങനെ തെറിക്കുന്ന തലയാണ് വെച്ച പോട്ടേന്ന് വെക്കണം. ഇത്ര കോടാനുകോടി ജനങ്ങളെക്കാളും വലുതൊന്നും അല്ല ഒരാളുടെ ഒരു ജ്വല്ലറി. ഇവിടെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ആരാണ്? ഒരു മൈനോറിറ്റി ഗ്രൂപ്പ് ഉള്ള ഒരു റിച്ച് ലക്ഷറി ലൈഫ് ലെഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണോ? നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്ത സാധാരണക്കാർക്കാണോ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? കുറച്ചൊക്കെ കോമൺ സെൻസ് ഉള്ളവർ ഇന്ന് അത് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഗവൺമെന്റ്, എന്തിനാണ് ഇങ്ങനെ ഒരു CM, എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാർ? ഇപ്പൊ എന്ത് പറഞ്ഞാലും ഇവര് പറയുന്ന ഒരു കാര്യം, പഴയ പാർട്ടിക്കാർ അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന സർക്കാർ അത് ചെയ്തില്ല, അവരങ്ങനെ ചെയ്തു പറഞ്ഞിട്ടാണ് അവരെ പിടിച്ച് മാറ്റിയിട്ട് നിങ്ങളെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അവരെ തന്നെ പിടിച്ചിരുത്തിയാ പോരെ? സാധാരണ ആൾക്കാർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ആ ഏത് സർക്കാർ വന്നാലും ഞങ്ങൾക്ക് എന്താണ് ഒരു കാര്യമില്ല. എന്തിനാണ് ആൾക്കാർ വോട്ട് ചെയ്യണത്? എല്ലാവർക്കും വരണം, അവനവന്റെ കാര്യം നോക്കണം, നാട്ടുകാരുടെ കാര്യം നോക്കാൻ ആരുമില്ല. പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കോരനെ കഞ്ഞി കുമ്പിളിൽ തന്നെ. ദാറ്റ്സ് വെരി ട്രൂ, വെരി വാലിഡ്. എന്തൊക്കെ വന്നാലും ആരൊക്കെ വന്നാലും സാധാരണക്കാരന്റെ അവസ്ഥ കഷ്ടം തന്നെയാണ്. ഇന്നത്തെ ജ്വല്ലറി ഉദ്ഘാടനമൊക്കെ മാറ്റി വെക്കാവുന്നേ ഉള്ളൂ. അതുപോലെ അവർക്ക് ചെയ്യാൻ പറ്റില്ല. സാധാരണക്കാർക്ക് ഇവർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എന്താണ്? ഇതിനെയും ന്യായീകരിക്കാനും മെഴുകാനൊക്കെ ഇവിടെ ആൾക്കാരുണ്ടാവും. ഐ ഫീൽ പിറ്റി, അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഒരിക്കലും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തില്ല. ആക്ച്വലി എനിക്ക് അങ്ങേരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു അറഗൻസിനോട് എന്നും വെറുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഹി വാസ് ആക്ച്വലി ക്രൈസിസ് മാനേജർ, ക്രൈസിസ് സേവിയർ. മറ്റേ സാത്താൻ സേവിയർ അല്ല, രക്ഷകൻ. ഇവിടെ കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു, നിപ്പ വന്നിട്ടുണ്ടായിരുന്നു, വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് നമുക്കൊരു
ഒരു പുതുജീവൻ പലർക്കും ലഭിച്ചത്, പുതു ലൈഫ് ലഭിച്ചത് ഇവരുള്ളതുകൊണ്ട് തന്നെയാണ്. എനിക്കൊന്നും തോന്നുന്നില്ല ഇന്നത്തെ കാലത്തെ സർക്കാരാണ് അന്ന് ഉണ്ടായിരുന്നത് വെച്ച് കഴിഞ്ഞാൽ അവര് പല ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടാവും, പല സ്ഥലത്ത് ബിരിയാണി കഴിക്കാൻ പോയിണ്ടാവും, പല സമയത്ത് ഹെലികോപ്റ്ററിൽ കയറി പോയിണ്ടാവും. എന്നല്ലാതെ ഈ സ്റ്റേറ്റിനെ രക്ഷിക്കണം, എത്രയും പെട്ടെന്ന് ഈ ക്രൈസിസ് മാനേജ് ചെയ്യണം, ഓവർകം ചെയ്യണം എന്നൊന്നും അവര് വിചാരിച്ചിട്ടുണ്ടാവില്ല. 100% ഷുവർ, കട്ടായം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇനിയും എലക്ഷൻ വരും. ഇതാർക്കും തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല കേരളത്തിലെ ഭരണം. ഇനി എലക്ഷൻ വരും, ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് കേരളം ഒന്നും കൂടി ആലോചിക്കും. ശരിക്കും ഒരു നിയമം കൊണ്ടുവരണം. ഒരു സർക്കാർ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല വെച്ചാൽ അവരെ താഴെ ഇറക്കി തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പരിപാടി കൊണ്ടുവന്നതിന് എത്രയും നല്ലതായിരിക്കും. ഇവിടെ ചീഫ് മിനിസ്റ്റർ ആയാലും MLA ആയാലും ആരായാലും ആൾക്കാരെ സേവിക്കാനുള്ളതാണ്. സർക്കാർ പറഞ്ഞ ആൾക്കാരെ സേവിക്കാനുള്ള, ടു സെർവ് പീപ്പിൾ. അല്ലാതെ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ രാജാവാണ്, മറ്റേ രാജഭരണമാണ്, എനിക്ക് തോന്നിയതുപോലെ ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത് ആൾക്കാർക്കാണ്. എന്നാൽ അത് പല പൊളിറ്റീഷ്യൻസും പല ആൾക്കാരും മനസ്സിലാക്കുന്നില്ല. കർമ്മ പറഞ്ഞൊരു സാധനമുണ്ട്. മേ ബി കർമ്മ പറയുന്ന സാധനം വരാൻ ചിലപ്പോൾ വൈകും. ഞാൻ എപ്പോഴും പറയല, കർമ്മയ്ക്ക് ബസ് കിട്ടാനോ ട്രെയിൻ കിട്ടാനോ ഫ്ലൈറ്റ് കിട്ടാനോ വൈകും. പക്ഷെ വരേണ്ട സമയത്ത് കർമ്മ വന്നിരിക്കും. ഇതിന് ഇപ്പൊ മാത്രമൊന്നും അല്ല, ഇതിനു മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം, എനിക്ക് പേഴ്സണലി പലപ്പോഴും തോന്നിയ ഒരു കാര്യം ഇതിന്റെ അല്ല, ഈ പ്രിയദർശിനി പറഞ്ഞ പരിപാടി, നമ്മുടെ പാലക്കാടുള്ള പ്രിയദർശിനി തിയേറ്റർ അല്ല, സ്ത്രീകൾക്കുള്ള ഫ്രീ യാത്ര. അന്നും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, സ്ത്രീകൾക്ക് മാത്രമേ ഇവിടെ വിലയുള്ളൂ, ആണുങ്ങൾക്ക് ഇവിടെ ഒരു വിലയില്ല. ഒരു സംഭവം ഇതേപോലെ ഫ്രീ ആയി കൊടുക്കുകയെന്ന് വെച്ചാൽ അത് ശരിക്കും ആവശ്യമുള്ളവർക്ക് കൊടുക്കണം. മേ ബി സ്റ്റുഡൻസിന് കൊടുക്കണം, ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, ആണിനും പെണ്ണിനും കൊടുക്കണം. പ്രായമായിട്ടുള്ളവർക്ക് കൊടുക്കണം, ആണിനും പെണ്ണിനും കൊടുക്കണം. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തവർക്ക് കൊടുക്കണം, ആണിനും പെണ്ണിനും കൊടുക്കണം. അല്ലാതെ ഇന്നത്തെ കാലത്ത് വണ്ടി ഇല്ലാത്തവരായിട്ട് എത്ര പേരുണ്ട്? എല്ലാവരിലും വണ്ടിയുണ്ട്. ഈവൻ ഒരു ബിലോ മിഡിൽ ക്ലാസ് ആയി ജീവിക്കുന്ന ഒരാളുടെ വരെ വണ്ടിയുണ്ട്. അപ്പൊ വണ്ടി ഉള്ളവന് ഇങ്ങനത്തെ ഒരു ഫ്രീ യാത്ര കൊടുത്തിട്ട് എന്ത് ചെയ്യാനാ? ആവശ്യമുള്ളവന് കൊടുക്കണം. പിള്ളേർക്ക്, വയസ്സായവർക്ക്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തവർക്ക്. അന്നും അവർ കാണിച്ചത് പാർഷ്യാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണുങ്ങളുടെ കയ്യിൽ കാശ് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലെത്തില്ല അത്ര. ഇന്നത്തെ കാലത്ത് ഓരോ വീട് നോക്കാൻ വേണ്ടിയിട്ട്, വീട്ടിലത്തെ കാര്യം നോക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഓടുന്ന ആണുങ്ങളാണ്. അത് ആരും മനസ്സിലാക്കുന്നില്ല. ഇക്വാലിറ്റി പറയുന്ന സാധനത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സൊസൈറ്റിയാണ് ഇന്നത്തെ ഉള്ളത്. ആ ഒരു ടൈം സെനാരിയോ ആണ് ഇപ്പൊ ഉള്ളത്. ആ സമയത്ത് പോലും ഇജാതി പാർഷ്യാലിറ്റി കാണിക്കുന്നവരോട് എനിക്ക് ഒരു റെസ്പെക്റ്റും ഇല്ല. ഇതൊക്കെ പ്യുവർ സർക്കസ് ആണ്. ആ സർക്കസ് എന്നെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കും. എന്നും ജനം ബ്ലൈൻഡ് ആവില്ല. പറ്റിക്കാം, ജനങ്ങളെ പറ്റിക്കാം, ഡെഫിനറ്റ്ലി ജനങ്ങളെ പറ്റിക്കാൻ പറ്റും. പക്ഷെ കാലം ക്വസ്റ്റ്യൻ ചോദിക്കുക തന്നെ ചെയ്യും സാർ.